അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ ബാക്കി ക്ലാസ്സാണിന്ന്. അപ്പോൾ ഇവിടെ നോക്കൂ. ഹാഫ് വേ അപ്പ് ദ ട്രീ ഐ ഹാഡ് ബിൽറ്റ് എ സ്മോൾ പ്ലാറ്റ്ഫോം ഓൺ വിച്ച് ഐ വുഡ് ഓഫൺ സ്പെൻഡ് ദ ആഫ്റ്റർനൂൺസ് വെൻ ഇറ്റ് വാസ് ഇൻ ടു ഹോട്ട്. എന്താ പറഞ്ഞത്? ഈ കുട്ടി ഒരു സ്മോൾ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിരിക്കുകയാണ്. എവിടെയാണ്? ഹാഫ് വേ അപ്പ് ദ ട്രീ. ആ ഒരു ബനിയൻ ട്രീൻ്റെ പകുതി വഴിക്ക് ഒരു വലിയ മരത്തിൻ്റെ കൊമ്പൊക്കെ ഉള്ള ആ ഒരു ഭാഗത്ത് ഒരു സ്മോൾ പ്ലാറ്റ്ഫോം, അവനായിട്ട് ഇരിക്കാനൊക്കെ ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഐ വുഡ് ഓഫൺ സ്പെൻഡ് ആഫ്റ്റർനൂൺസ് വെൻ ഇറ്റ് വാസ് ഇൻ ടു ഹോട്ട്. അതായത് സാധാരണ അധികം ചൂടില്ലാത്ത ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം ഞാൻ ആ ഒരു ഇരിപ്പിടത്തിൽ അല്ലെങ്കിൽ അവിടെ ഉണ്ടാക്കിയിട്ട് ഏറുമാടം പോലെയുള്ള അവിടെയാണ് ഞാൻ ചിലവിടാറ്. ഐ കുഡ് റീഡ് ദ പ്രോപ്പിംഗ് മൈസെൽഫ് അപ്പ് എഗെയിൻസ്റ്റ് ദ ബോൾ ഓഫ് ദ ട്രീ വിത്ത് കുഷ്യൻ ടേക്കൺ ഫ്രം ദ ഡ്രോയിങ് റൂം. അതായത് എനിക്ക് അവിടെ ഡ്രോയിങ് റൂമിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന കുഷ്യൻ എടുത്തിട്ട് എനിക്ക് ആ ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റും. ഓക്കെ. ട്രഷർ ഐലൻഡ്, ഹക്കിൾബെറി ഫിൻ, ദ മൗഗ്ലി സ്റ്റോറീസ് ആൻഡ് ദ നോവൽസ് ഓഫ് എഡ്ജാർ റൈസ് ആൻഡ് ലൂയിസ മേ അൽക്കോട്ട് മെയ്ഡ് അപ്പ് മൈ ബാഗ് ഓഫ് എവരി മിക്സഡ് റീഡിങ്. ഞാൻ സാധാരണ അവിടെ ഇരുന്ന് വായിക്കാൻ എടുക്കാറുള്ള ബുക്കുകളുടെ പേരുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. When I didn't feel like reading, I could look down through the banyan leaves at the world below, at grandfather's hanging up or taken down the washing, at the cook quarreling with a fruit vendor, or at the grandfather grumbling at the hardy Indian marigold which insisted on springing up all over his very English garden. Usually nothing very exciting happened while I was in the banyan tree, but on one particular afternoon I had enough excitement to last me through the summer. അതായത് സാധാരണ ഈ കുട്ടി ആ ഒരു ബനിയൻ ട്രീൻ്റെ അവിടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിൽ കയറി ഇരുന്നാൽ അവിടെ നിന്ന് ഒരുപാടധികം വായിച്ച് കഴിയുമ്പം വളരെ ബോറടിച്ച് തുടങ്ങുമ്പോൾ സാധാരണയായിട്ട് ഈ ബനിയൻ ട്രീൻ്റെ ഇലകൾക്കിടയിലൂടെ താഴേക്ക് വീട്ടിൻ്റെ അടുത്തേക്ക് നോക്കും. അപ്പോൾ സാധാരണ ഈ ഗ്രാൻഡ് മദർ, മുത്തശ്ശി എന്ത് ചെയ്യുന്നത് കാണാം? ടേക്കിംഗ് ഡൗൺ ദ വാഷിംഗ്, എല്ലാ ക്ലോത്ത്സും എടുത്തിട്ട് അലക്കാൻ കൊണ്ടുപോകുന്നത് കാണാം. അറ്റ് ദി കുക്ക്, അല്ലെങ്കിൽ കുക്കിൻ്റെ അടുത്ത് ക്വാറൽ ചെയ്യുന്നത് കാണാം. അല്ലെങ്കിൽ ഫ്രൂട്ട് വെണ്ടർ, അതായത് പച്ചക്കറി കടക്കാരൻ്റെ അടുത്ത് പോയിട്ട് വഴക്കിടുന്നത് കേൾക്കാം. അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്തേക്ക് എന്തെങ്കിലും മുരളുന്ന, അതായത് ഗ്രാൻഡ് ഫാദറിനോട് വെറുതെ വഴക്കിടുന്നത് കേൾക്കാം. അറ്റ് ദി ഹാർഡി ഇന്ത്യൻ മാരിഗോൾഡ്, അതായത് അദ്ദേഹം ഏതെങ്കിലും മാരിഗോൾഡ്, മുത്തശ്ശി പോയ തക്കത്തിന് ഏതെങ്കിലും മാരിഗോൾഡ് എടുത്ത് കഴിക്കുന്നതിന് അദ്ദേഹത്തോട് വഴക്കിടുന്നത് കാണാം. യൂഷ്വലി നത്തിങ് വെരി എക്സൈറ്റിംഗ് ഹാപ്പൻ വൈൽ ഐ വാസ് ഇൻ ദ ബനിയൻ ട്രീ. സാധാരണ ഞാൻ ബനിയൻ ട്രീൻ്റെ അടുത്തായിരിക്കുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ മേലെ കയറിയിരിക്കുമ്പോൾ അത്രയ്ക്ക് എക്സൈറ്റ്മെൻ്റ് ഉള്ള കാര്യങ്ങളൊന്നും നടക്കാറില്ല. ബട്ട് ഓൺ വൺ പർട്ടിക്കുലർ ആഫ്റ്റർനൂൺ ഐ ഹാഡ് ഇനഫ് എക്സൈറ്റ്മെൻറ്റ് ടു ലാസ്റ്റ് മീ ത്രൂ ദ സമ്മർ. പക്ഷേ ഒരു ദിവസം എനിക്ക് ഈ ഒരു സമ്മർ മുഴുവൻ ഓർത്തിരിക്കാൻ തക്ക രീതിയിലുള്ള ഒരു ഇൻസിഡൻറ്റ് എൻ്റെ ജീവിതത്തിൽ സാധിച്ചു. That was the time I saw a mongoose and a cobra fight to death in the garden while I sat directly above them in the banyan tree. ആ കാഴ്ച എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസം ഞാൻ ഈ ബനിയൻ ട്രീൻ്റെ മേലെ ഇരിക്കുമ്പോൾ ഒരു മങ്കൂസും, അതായത് ഒരു കീരിയും ഒരു കോബ്രയും കൂടെ ഫൈറ്റ് ചെയ്യുന്നത് കണ്ടു. ഗാർഡനിൽ ഫൈറ്റ് ചെയ്യുന്നത് കണ്ടു. വൈൽ ഐ സാറ്റ് ഡയറക്ട്ലി എബോവ് ദം ഇൻ ദ ബനിയൻ ട്രീ. ഈ കുട്ടി എവിടെയാണ് ഇരിക്കുന്നത്? ബനിയൻ ട്രീൻ്റെ അവിടെ ഇരിക്കുമ്പോൾ തൊട്ട് താഴെയുള്ള ഗാർഡനിലാണ് ഈ മങ്കൂസും ഈ ഒരു കോബ്രയും കൂടെ ഭയങ്കര മരണ പോരാട്ടം നടത്തുന്നത് കണ്ട്. It was an April afternoon and the warm breeze of approaching summer had sent everyone, including grandfather, indoors. അതെന്ന് പറയുന്നത് ഒരു ഏപ്രിലിലെ വൈകുന്നേരമായിരുന്നു. And the warm breeze of approaching summer had sent everyone, including grandfather, indoors. സാധാരണയായിട്ട് ഈ ഭയങ്കര വേനൽക്കാലം ആയതുകൊണ്ട് ഉച്ചയ്ക്കൊക്കെ നല്ല വെയിലായിരിക്കും, ചൂടായിരിക്കും. അതുകൊണ്ട് തന്നെ എൻ്റെ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറും ഒക്കെ വീടിൻ്റെ അകത്താണ്. എങ്കിലും ഞാൻ ഈ ഒരു ബനിയൻ ട്രീൻ്റെ മേലെയാണ് ചിലവഴിച്ചിരുന്നത്. I was feeling drowsy myself and was wondering if I should go to the pond behind the house for a swim
അതായത് ഞാൻ വിചാരിച്ചു ഭയങ്കര ക്ഷീണം തോന്നുന്നുണ്ട്, ഒന്നുകിൽ ഞാൻ ഈ ബനിയൻ ട്രീൻ്റെ മേലെ നിന്ന് ഇറങ്ങിയിട്ട് തൊട്ടടുത്തുള്ള പോണ്ടിൽ, അതായത് ഒരു കുളമുണ്ട്, വീടിൻ്റെ പുറകിലൊരു കുളമുണ്ട്, അവിടെ പോയിട്ട് ഒന്ന് സ്വിം ചെയ്താലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. That time, when I saw a huge black cobra gliding out of a clump of cactus and making for some cooler part of the garden. അതായത് ആ സമയത്ത് സാധാരണയായിട്ട് ഈ വേനൽക്കാലത്തൊക്കെ എല്ലാ ജീവികളും എന്ത് ചെയ്യും, കുറച്ച് തണുപ്പുള്ള സ്ഥലത്തേക്ക് പോകാനാണ് ആഗ്രഹിക്കുക. ആ ഒരു സമയത്ത് ഞാൻ ഈ ബനിയൻ ട്രീൻ്റെ മേലെ നിന്ന് ഇറങ്ങാൻ ട്രൈ ചെയ്യുന്ന ആ സമയത്ത് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കോബ്ര, ഞാൻ ഇറങ്ങാൻ സമയത്ത് കോബ്ര എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കാക്ടസ്, അതായത് ഒരു കള്ളിമുൾ ചെടീൻ്റെ ഉള്ളിൽ കൂടെ ഗ്ലൈഡ് ചെയ്തിട്ട് പുറത്തേക്ക് വന്നിട്ട് ഏതെങ്കിലും ഒരു കൂളർ പാർട്ട് ഓഫ് ദി ഗാർഡനിലേക്ക്, അതായത് ഗാർഡനിലുള്ള ഏതെങ്കിലും ഒരു തണുപ്പുള്ള ഏരിയയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് കണ്ടു. അറ്റ് ദ സെയിം ടൈം എ മംഗൂസ് whom I had often seen emerge from the bushes and went straight for the cobra. അതേ സമയത്ത് തന്നെ ഞാൻ സാധാരണയായിട്ട് എപ്പോഴും ഗാർഡനിൽ കാണാറുണ്ടായിരുന്ന മംഗൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കീരി അല്ലേ, കീരി എന്ത് ചെയ്തു, whom I had often seen emerge from the bushes, അതായത് ആ കുറ്റിക്കാടുകൾക്കിടയിൽ അല്ലെങ്കിൽ കള്ളിമുൾച്ചെടീൻ്റെ ഒക്കെ കുറ്റിക്കാടുകൾക്കിടയിൽ നിന്ന് പുറത്തേക്ക് വന്നു. ആൻഡ് വെൻറ്റ് സ്ട്രെയിറ്റ് ഫോർ ദ കോബ്ര, അതിനൊരു ഭയവും കൂടാതെ അത് സ്ട്രെയിറ്റ് ആയിട്ട് കോബ്ര, ആ ഒരു തണുത്ത സ്ഥലം തേടിപ്പോകുന്ന കോബ്രയുടെ അടുത്ത് പോയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നിന്നു. ഇൻ എ ക്ലിയറിംഗ് ബിനീത്ത് ദ ട്രീ ഇൻ ബ്രൈറ്റ് സൺഷൈൻ ദേ കെയിം ഫേസ് ടു ഫേസ്. അപ്പോൾ എന്താണ്, ഈ ട്രീൻ്റെ തൊട്ട് താഴെ ബ്രൈറ്റ് സൺഷൈൻ, അതായത് നല്ല സൂര്യപ്രകാശം ഉണ്ട്, ഉച്ച നേരമാണ്, നല്ല കത്തി ജ്വലിക്കുന്ന സൂര്യനാണ്. ദേ കെയിം ഫേസ് ടു ഫേസ്. അപ്പോഴാണ് ഒരു കീരിയും ഒരു കോബ്രയും കൂടെ ഫേസ് ടു ഫേസ് ആയിട്ട് നിൽക്കുകയാണ്. കോബ്ര ന്യൂ ഓൺലി ടു വെൽ ദാറ്റ് ദ ഗ്രേ മംഗൂസ് 3 feet long was a super fighter, clever and aggressive. കോബ്രയ്ക്ക് എന്തറിയാം, തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ ഒരു ഗ്രേ മംഗൂസ് എന്ന് പറയുന്നത് ഏകദേശം 3 അടി ദൂരം മാത്രമേ നിൽക്കുന്നുള്ളൂ. വാസ് എ സൂപ്പർ ഫൈറ്റർ, അതൊരു സൂപ്പറായിട്ടുള്ളൊരു ഫൈറ്ററാണ്, തൻ്റെ എതിരാളിയാണ്, ക്ലെവറാണ്, ബുദ്ധിമാനാണ്, ആൻഡ് അഗ്രസീവാണ്, ഭയങ്കര ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ശക്തിയുള്ള ഒരു ജീവിയാണ്. ബട്ട് ദ കോബ്ര വാസ് സ്കിൽഫുൾ ആൻഡ് എക്സ്പീരിയൻസ്ഡ് ഫൈറ്റർ ടു. പക്ഷേ കോബ്രയും ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫൈറ്റർ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് സംഭവിച്ചത്, ഹി കുഡ് മൂവ് സ്വിഫ്റ്റ് ആൻഡ് സ്ട്രൈക്ക് വിത്ത് ദ സ്പീഡ് ഓഫ് ലൈറ്റ്. അതായത് ഈ കോബ്രേൻ്റെ പ്രത്യേകത എന്താണ്, കോബ്രയ്ക്ക് ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞ് ഭയങ്കര സ്പീഡിൽ മൂവ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. ആൻഡ് ദ സാക്സ് ബിഹൈൻഡ് ഹിസ് ലോങ് ഷാർപ്പ് fangs were full of deadly venom. അതിൻ്റെ മറ്റൊരു ധൈര്യം എന്ന് പറയുന്നത് അതിൻ്റെ അതിൻ്റെ ഈ ഒരു വിഷപ്പല്ലുകളും അതോടൊപ്പം തന്നെ വിഷവുമാണ്, അതിൻ്റെ കയ്യിലുള്ള വിഷവുമാണ് അതിൻ്റെ ഒരു ധൈര്യം എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ടു ബി എ ബാറ്റിൽ ഓഫ് ചാമ്പ്യൻസ്. ഇത് ശരിക്കും ബാറ്റിൽ ഓഫ് ചാമ്പ്യൻസ് ആയിരുന്നു. 2 പേരും ചാമ്പ്യന്മാരാണ്, ഈ ഫൈറ്റിങ്ങിൽ ചാമ്പ്യന്മാരാണ്. അവർ തമ്മിലുള്ള ഒരു യുദ്ധമാണ് ഞാൻ കാണാൻ പോകുന്നത്. ഹിസ്സിങ് ഡിഫിയൻസ്, ഹിസ് ഫോക്ക് ടങ് darting in and out, the cobra raised 3 of his 6 feet off the ground and spread his broad spectacled hood. The mongoose bushed his tail. The long hair on his spine stood up in the fast, the very thickness of his hair, and saved him from bites that would have been fatal to others. അതായത് സാധാരണയായിട്ട് ഈ മംഗൂസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, മംഗൂസ് എപ്പോഴും അതിൻ്റെ ഹെയറൊക്കെ, അതിൻ്റെ ശരീരത്തിലുള്ള ഹെയറൊക്കെ സ്പൈൻ ചെയ്യും, അതായത് ഇങ്ങനെ എടുത്ത് നിർത്തിച്ചിട്ട് സ്റ്റുഡ് അപ്പ്, എന്നിട്ട് ഭയങ്കര തിക്കായിട്ടുള്ള ഹെയർ ആയതുകൊണ്ട് തന്നെ ഈ ഒരു കോബ്ര ചീറ്റിയ ആ ഒരു വിഷമൊന്നും അതിനെ ഏൽക്കില്ല. സാധാരണയായിട്ട് ഒരു മനുഷ്യനെ അങ്ങനെ കടിച്ചാൽ അല്ലെങ്കിൽ മറ്റ് ജീവികളെ കടിച്ചാൽ അവയൊക്കെ ചത്തുപോകുന്നതാണ്. പക്ഷേങ്കിൽ ഇവിടെ മംഗൂസ് വളരെ ക്ലെവറായിട്ട് അതിനെ നേരിട്ടു. Though the combatants were unaware of my presence in the banyan tree, they soon became aware of the arrival of 2 other spectators. ആ ഒരു സമയത്ത് ഈ 2 യുദ്ധം ചെയ്യുന്ന 2 പേർക്ക്, അതായത് വഴക്കിടുന്ന 2 പേർക്കും ഞാൻ എന്നൊരു മനുഷ്യന് ഈ ഒരു ബനിയൻ ട്രീൻ്റെ മേലെ ഇരിക്കുന്നുണ്ടെന്ന് അറിയില്ല. പക്ഷേ ആ ഒരു സമയത്ത് 2 സ്പെക്ടേറ്റേഴ്സ് കൂടെ അവിടേക്ക് വന്നു. വൺ വാസ് മൈന, ഒന്നെന്ന് പറയുന്നത് മൈനയാണ്, ആൻഡ് ദി അതർ
എ ജംഗിൾ ക്രോ. അത് മറ്റൊന്ന് എന്ന് പറയുന്നത് ഒരു കാട്ടു എന്താണ് കാക്കയാണ്, ജംഗിൾ ക്രോ. നോട്ട് ദ വില്ലി അർബൻ ക്രോ. സാധാരണയായിട്ട് നമ്മളെ നാട്ടിലുള്ള അർബൻ ക്രോയല്ല. ദേ ഹാഡ് സീൻ ദീസ് പ്രിപ്പറേഷൻസ് ഫോർ ബാറ്റിൽ ആൻഡ് ഹാഡ് സെറ്റിൽഡ് ഓൺ ദ കാക്ടസ് ടു വാച്ച് ദി ഔട്ട്കം. ഇവർ രണ്ടുപേരും, മൈനയും ഈ ഒരു ക്രോയും കാക്കയും എന്ത് കണ്ടിട്ടുണ്ട്, ഈ ഒരു ബാറ്റിൽ കണ്ടിട്ട് ഇവരെന്ത് ചെയ്തു, സാധാരണയായിട്ട് എന്തെങ്കിലും ഒരു ബാറ്റിലൊക്കെ കാണാണ്ട് നമ്മൾ ആ ഒരു സൈഡിൽ പോയിട്ട് നിൽക്കുകയാണല്ലേ ചെയ്യുക, എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതേപോലെ തന്നെ ഈ യുദ്ധത്തിൽ ആരാണ് ജയിക്കുക എന്നൊക്കെയുള്ളത് നോക്കിയിട്ട് ഇരിക്കും. ഇവർ രണ്ടുപേരും കൂടെ എന്ത് ചെയ്യാണ്, അവിടെ ഇരിക്കുകയാണ്, ഈ ഒരു കാക്ടസിൻ്റെ മേലെ പോയിട്ടിരിക്കുകയാണ്. ഹാഡ് ദേ ബീൻ കണ്ടന്റ് ഓൺലി ടു വാച്ച് ഓൾ വേൾഡ് ഹാവ് ബീൻ വെൽ വിത്ത് ഓഫ് ദം. അതായത് ഇവർ രണ്ടുപേരും കൂടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ആരാണ് ജയിക്കാൻ പോകുന്നതെന്നൊക്കെ നോക്കിയിട്ട് ഈ ഒരു കള്ളിമുൾച്ചെടീൻ്റെ ആ കാക്ടസിൻ്റെ ബുഷിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ദ കോബ്ര സ്റ്റുഡ് ഓൺ ദ ഡിഫെൻസീവ്, സ്വയിങ് സ്ലോലി ഫ്രം സൈഡ് ടു സൈഡ്, ട്രൈങ് ടു മെസ്മറൈസ് ദ മംഗൂസ് ഇൻ ടു marking a false move. But the mongoose knew the power of his opponent's glassy, unwinking eyes and refused to meet them. അതായത് ഈ കോബ്രേൻ്റെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ, എങ്ങനെയെങ്കിലും ഈ മംഗൂസ് എന്തെങ്കിലും ഒരു ഫാൾസ് ആയിട്ടുള്ള ഒരു തെറ്റായ മൂവ്മെൻറ്റ് നടത്തിയാൽ ഇതിനെ കടിക്കാമെന്നുള്ള ഇതിൽ ലക്ഷ്യത്തിലിരിക്കുകയാണ്. പക്ഷേ മംഗൂസിന് നന്നായിട്ട് അറിയാം എന്ത്, പവർ ഓഫ് ഹിസ് ഒപ്പോണൻ്റ്, അതിൻ്റെ എതിരാളിയെ നന്നായിട്ട് അറിയാം. അതിൻ്റെ ഗ്ലാസി അൺവിങ്കിങ് ഐസ്, അതിൻ്റെ കണ്ണ് ചിമ്മാതെയുള്ള ആ കണ്ണുകളും ഒക്കെ അതിനറിയാം. ആൻഡ് refused to meet them. Instead, he fixed his gaze at a point just below the cobra's hood and opened the attack. അതേസമയം തന്നെ എന്ത് ചെയ്തു, മംഗൂസ് അതിൻ്റെ ആ കഴുത്തിന് താഴേക്ക് ലക്ഷ്യം വെച്ചിട്ട്, ഈ ഒരു കോബ്രേൻ്റെ കഴുത്തിന് താഴെയാണല്ലോ വെനൊക്കെ ഉള്ളത്, അവിടേക്ക് ലക്ഷ്യം വെച്ചിട്ട് എന്ത് ചെയ്തു, ഒരു അറ്റാക്ക് ഓപ്പൺ ചെയ്തു. മൂവിങ് ഫോർവേഡ് ക്വിക്ലി അണ്ടിൽ ഹി വാസ് ജസ്റ്റ് വിത്തിൻ ദ കോബ്രാസ് റീച്ച്, ഹി മെയ്ഡ് എ feint to one side. Immediately the cobra struck. His great hood came down so swiftly that I thought nothing could save the mongoose. But the little fellow jumped neatly to one side and darted in as swiftly as the cobra, biting the snake on the back and darting away again out of reach. അതായത് ഈ ഒരു കോബ്രയും മംഗൂസും തമ്മിലുള്ള ആ ഒരു ഫൈറ്റാണ് പിന്നീട് വിവരിക്കുന്നത്. കോബ്ര എന്താ ശ്രമിക്കുക, അതിൻ്റെ കഴുത്തിന് കടിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. മംഗൂസ് കോബ്രയുടെ കഴുത്തിൻ്റെ താഴെ കടിക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ ഒക്കെ ഈ ഒരു കോബ്ര അതിൻ്റെ കഴുത്ത് പൊക്കുക അല്ലെങ്കിൽ താഴ്ത്തൊക്കെ ചെയ്തിട്ട് ആ കടിയിൽ നിന്ന് രക്ഷപ്പെടും. അതേസമയം കോബ്ര തിരിച്ചിട്ട് മംഗൂസിനെ എന്ത് ചെയ്യും, അതിനെ ആക്രമിക്കാൻ ശ്രമിക്കും. അപ്പം മംഗൂസ് അതിൻ്റെ തിക്കായിട്ടുള്ള ഹെയറൊക്കെ എടുത്ത് പിടിപ്പിച്ചിട്ട് ഈ കടിയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിക്കും. ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഫെയിൻറ്റ് എന്ന് പറഞ്ഞ ഒരു വേർഡ് ഒരു ഡാർക്ക് കളറായിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിൻ്റെ മീനിങ്, അത് ഒരു ന്യൂ വേർഡായിരിക്കും. അതിൻ്റെ മീനിങ് ആണ് അവർ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫെയിൻറ്റിൻ്റെ മീനിങ് എന്താണ്, എ മൂവ്മെൻറ്റ് മെയ്ഡ് ഇൻ ഓർഡർ ടു ഡിസീവ് ആൻ അഡ്വേഴ്സറി. അതായത് നമ്മളെ ചതിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്കെതിരെയുള്ള ഒരു മൂവ്മെൻറ്റ്, അതായത് അവർ പ്രതീക്ഷിച്ചതിനേക്കാളും പെട്ടെന്ന് ഒഴിഞ്ഞു മാറാനുള്ള ആ ഒരു കഴിവിനെയാണ് ഫെയിൻറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്കിൽഡ് ഫെൻസർ എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി അടുത്തതായിട്ട് എന്താണ് ശ്രമിക്കുക. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, ഒരു ഡ്രോയിങ് കൊടുത്തിട്ടുണ്ട്, വളരെ ഭംഗിയുള്ള. എന്താ ഇവിടെ കാണുന്നത്, ആ കുട്ടി എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ബനിയൻ ട്രീൻ്റെ ആ ഒരു ശിഖരത്തിൻ്റെ മേലെ പില്ലോസൊക്കെ വെച്ചിട്ട് ഒരു സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ എന്താ സംഭവിക്കുന്നത് കാണുന്നത്, ഒരു കോബ്രയും മംഗൂസും കടി കൂടുന്ന ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പുറത്ത് ബുഷിൻ്റെ മേലെ എന്തുണ്ട്, ഒരു ക്രോയുണ്ട്, ഒരു മൈനയും അത് നോക്കിക്കൊണ്ടിരിക്കുന്നത് കാണാം. The moment the cobra struck, the crow and the myna hurled themselves at him, only to collide heavily in mid-air. Shrieking at each other, they returned to the cactus plant. എന്താണ് കോബ്രേനെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ മാംഗൂസ് എന്ത് ചെയ്തിട്ടുണ്ട്, കടിക്കാൻ നോക്കി. ആ ഒരു സമയത്ത് ഈ രണ്ട് മൈനയും
ക്രോയും കൂടെ ഹേൾഡ് ദംസെൽഫ്സ് അറ്റ് ഹിം എന്നാണ് പറഞ്ഞത്. ഹേൾഡ് എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്താണ് അത് നിങ്ങൾ പഠിക്കണം. അവിടെ ഒരു ന്യൂ വേർഡായിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അട്ടർ അതായത് ഭയങ്കര സൗണ്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്തെങ്കിലും അടിപിടിയൊക്കെ കൂടുമ്പോൾ ഈ മൈനയും കാക്കയൊക്കെ ഭയങ്കര സൗണ്ട് ഉണ്ടാക്കിയിട്ട് ഉയർന്ന് മേലേക്ക് പോയിട്ട് എന്ത് ചെയ്ത് പറന്നിട്ട് താഴേക്ക് തന്നെ വന്നിരിക്കും അല്ലേ. അതേപോലെ ചെയ്തു എന്ന് പറഞ്ഞത് കേട്ടോ. മിഡ് എയറിൽ, അതായത് എയറിലേക്ക് പൊങ്ങിയിട്ട് അവർ ആ ഒരു സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് തിരിച്ച് ആ ഒരു എന്താണ് കാക്ടസിൻ്റെ മേലെ തന്നെ വന്നിരിക്കും. എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് ബ്ലഡ് ഗ്ലിസ്റ്റൻ ഓൺ ദ കോബ്രാസ് ബാക്ക്. The cobra struck again and missed. Again the mangrove sprang aside, jumped it and bit. Again the birds dived at the snake, bumped into each other instead and returned shrieking to the safety of the cactus. അതായത് വീണ്ടും എന്താ കണ്ടത്, ഗ്ലിസ്റ്റൻ എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ മീനിങ്? ഈ ഒരു മാംഗൂസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനെ കടിച്ചിട്ടുണ്ട്. അതായത് നമ്മളെ കോബ്രയെ കടിച്ചിട്ടുണ്ട്. അപ്പം കോബ്രയുടെ മേലെ എന്ത് കാണുന്നുണ്ട്, കുറച്ച് ബ്ലഡൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പം ഷൈൻ വിത്ത് എ സ്പാർക്കിംഗ് ലൈറ്റ് എന്നാണ് പറയുന്നത്. ഗ്ലിസ്റ്റൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ എന്താണ് ലൈറ്റിൽ വളരെയധികം തിളങ്ങുന്നതായിട്ട്, അതായത് സ്പാർക്കിൾ ചെയ്യുന്നതായിട്ടുള്ള ഒരു ഡ്രോപ്സ് കാണുന്നുണ്ട്, ബ്ലഡിൻ്റെ ഡ്രോപ്സ് കാണുന്നുണ്ട് ഈ കോബ്രേൻ്റെ പുറത്ത്. The cobra struck again and missed. Again the mangrove sprang aside. വീണ്ടും എന്ത് ചെയ്തു, മാംഗ്രൂവ് അതിൻ്റെ ഈ കോബ്രയുടെ പുറകിൽ വന്നിട്ട് കടിക്കും. Jumped it and bite. Again the birds. വീണ്ടും എന്താണ്, ബേർഡ്സ് ഇതിനെ ക്ലാപ്പ് ചെയ്യുന്ന രീതിയിൽ, സാധാരണ എന്തെങ്കിലും ഒരു പ്രോഗ്രാം കാണുമ്പോൾ നമ്മൾ ക്ലാപ്പ് ചെയ്യില്ലേ, അതേപോലെ തന്നെയാണ് ഈ മൈനയും എന്താണ് ജംഗിൾ ക്രോയും കൂടെ വീണ്ടും എന്ത് ചെയ്യും, ഈ ഒരു മിഡ് എയറിലേക്ക്, അതായത് എയറിലേക്ക്, വായുവിലേക്ക് പൊങ്ങിപ്പോയിട്ട് ഒരു സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് തിരിച്ച് വീണ്ടും കാക്ടസിൻ്റെ സേഫ്റ്റിയിലേക്ക് വന്ന് ഇറങ്ങി നിൽക്കും. ദ തേർഡ് റൗണ്ട് ഫോളോഡ് ദ സെയിം course as the first, but with one dramatic differences. The crow and the myna, still determined to take part in the proceeding, dived at the cobra, but this time they missed each other as well as their mark. The myna flew on and reached its perch, but the crow tried to pull up in midair and turn back. In the second that it took him to do this, the cobra wiped his head back and struck with great force, his snout thudding against the crow's body. അതായത് വീണ്ടും എന്താണ്, തേർഡ് റൗണ്ടിൽ ഈ മൈനയും എന്താണ് ഈ മൈനേൻ്റെയും ഈ ക്രോൻ്റെയും കാര്യം നല്ല തമാശ തരണതാണ്. കാരണം തേർഡ് റൗണ്ടിൽ നമ്മുടെ ഈ ഒരു എന്താണ് കോബ്രയ്ക്ക് വീണ്ടും കടി കിട്ടിയ ആ സമയത്ത് കോബ്ര പെട്ടെന്ന് എന്ത് ചെയ്യും, തിരിഞ്ഞിട്ട് കൊത്താൻ, ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് മാംഗൂസിനെ കൊത്താൻ ശ്രമിക്കും. ആ ഒരു സമയത്ത് ഈ മൈനയും കാക്കയും ഒരുമിച്ച് ഡൈവ് ചെയ്ത് മേലേക്ക് പോയതായിരിക്കും സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട്. പക്ഷെ തിരിച്ചു വരുമ്പം മൈനയ്ക്ക് കുറച്ച് മിസ്സാവും. മൈന എന്ത് ചെയ്യും, മിസ് ചെയ്തിട്ട് വേറൊരു ഈ കാക്ടസിൻ്റെ മുകളിലേക്ക് അല്ലാണ്ട് വേറൊരു മരത്തിൻ്റെ മേലേക്കാണ് പറന്ന് ഇരിക്കുന്നത്. പക്ഷേ കാക്ക എന്ത് ചെയ്യും, കാക്ക തിരിച്ച് എന്താണ് ഈ ഒരു കോബ്ര എന്ത് ചെയ്തിട്ടുണ്ടാകും, ഉയർന്നു പൊങ്ങിയപ്പം കാക്കേൻ്റെ പുറത്ത് പോയിട്ട് തട്ടിയിട്ടുണ്ടാകും. I saw the bird flying nearly 20 feet across the garden, where after fluttering about for a while, it lay still. The myna remained on the cactus plant, very wisely refrained from the interfering again. അതായത് ഈ കാക്ക എന്ത് ചെയ്ത്, കാക്കേനെ തട്ടിയതാണ്. അപ്പോൾ കാക്കയെ പേടിച്ചിട്ട് കാക്ക ഫ്ലട്ടർ ചെയ്തിട്ട്, അതായത് ചിറക് വീശിയിട്ട് അടുത്ത ഒരു ഗാർഡൻ്റെ തൊട്ടടുത്തുള്ള വേറൊരു മരത്തിൻ്റെ മേലെ പോയിട്ട് സേഫ് ആയിട്ടിരിക്കും. എന്നിട്ട് ലേ സ്റ്റിൽ, അനക്കം ഇല്ലാതിരിക്കും. മൈന എന്ത് ചെയ്തു, മൈനയ്ക്ക് പേടിയുണ്ട്, പക്ഷേ അത് കാക്ടസ് പ്ലാന്റിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ ഭയങ്കര വൈസ്ലി ആയിട്ട് റിഫൈൻ ഫ്രം ഇൻ്റർഫെയറിങ് എഗെയിൻ എന്താണ് ഇവർ തമ്മിൽ അടികൂടുന്നത് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ധൈര്യത്തോട് കൂടിയിട്ട് കാക്ടസിൻ്റെ അവിടെ തന്നെ ഇരുന്നു. ദ കോബ്ര വാസ് വീക്കനിങ് ആൻഡ് ദ മംഗൂസ് വാക്കിംഗ് fearlessly up to it, raised himself on his short legs and with lightning snap had the big snake by the snout. എന്താ സംഭവിച്ചത്, ഈ ഒരു കോബ്രേൻ്റെ മേലെ മംഗൂസ് ആധിപത്യം സ്ഥാപിച്ചു. മംഗൂസിന് 2-3 കടി കിട്ടിയപ്പോൾ കോബ്രേൻ്റെ ശക്തിയെല്ലാം ക്ഷയിക്കുന്നുണ്ട്, അതിന് കുറച്ച് പേടിയായി തുടങ്ങിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താണ്, മംഗൂസിന് തന്നെ മനസ്സിലായി ഈ ഒരു എന്താണ് തൻ്റെ എതിരാളിക്ക് ശക്തിയില്ലാതെ വന്നിട്ടുണ്ട്, അത് കുറച്ച് വീക്കനായിട്ടുണ്ടെന്ന് മനസ്സിലായപ്പം ഭയങ്കര ധൈര്യത്തിൽ മംഗൂസ് എന്ത് ചെയ്യും, ഈ കോബ്രേൻ്റെ അടുത്തേക്ക് നടന്നു ചെല്ലും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പോൾ ഇതിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത് കേട്ടോ.
എന്തൊക്കെ ക്വസ്റ്റ്യൻ ആണുള്ളത്? ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ദ ബോയ് മേക്ക് ദ സ്പ്രിംഗ് സീസൺ എക്സൈറ്റിംഗ് ഫോർ ഹിംസെൽഫ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു ബോയ് ഈ സ്പ്രിംഗ് സീസണ് എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ട് ഏറ്റെടുത്തതെന്നാണ് ചോദിച്ചിരുന്നത്. എന്താണ് ആൻസർ? ഇൻ ദ സ്പ്രിംഗ് വെൻ ദ ബനിയൻ ട്രീ വാസ് ഫുൾ ഓഫ് സ്മോൾ റെഡ് ഫിഗ്സ്, birds of all kinds would flock to its branches. The red-bottomed bulbul, cheerful and greedy, gossiping rosy pastors and parrot and crows squabbling with each other all the time. This made the banyan tree the noisiest place in the road. ഇതാണ് നമ്മൾ കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യനിൽ പഠിച്ചത്. അപ്പോൾ ഇവിടെ ചോദിച്ചത് എന്താണ്? സ്പ്രിംഗ് സീസണിനെ എക്സൈറ്റ്മെൻ്റ് ആക്കുന്ന വേണ്ടിയിട്ട് ആ ബോയ് എന്താണ് ചെയ്തത്? The boy built a small platform halfway up the banyan tree on which he would spend the afternoons when it wasn't too hot. അതായത് ഒരുപാടധികം ചൂടില്ലാത്ത സമയത്ത് ആഫ്റ്റർനൂണിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ബനിയൻ ട്രീൻ്റെ മേലെ ഒരു ഹാഫ് വേയിൽ ഒരു സ്മോൾ പ്ലാറ്റ്ഫോം നിർമ്മിച്ചു. He would read there, propping himself up against the bole of the tree with a cushion ടേക്കൺ ഫ്രം ദ ഡ്രോയിങ് റൂം. അതായത് ഡ്രോയിങ് റൂമിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന കുഷ്യൻ വെച്ചിട്ട് അവന് ആ ഒരു ട്രീൻ്റെ ബോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സ്റ്റെം ഉണ്ടല്ലോ, സ്റ്റെം അല്ലെങ്കിൽ മരച്ചില്ലൻ്റെ മേലേക്ക് ചാഞ്ഞ് കിടക്കാൻ സാധിക്കുന്നതായിരിക്കും. അതാണത് കേട്ടോ. ഇനി അടുത്തതായിട്ട്, വാട്ട് വാസ് ദ ഇൻസിഡൻറ്റ് ദാറ്റ് ട്രിഗേർഡ് എ ലോങ് ലാസ്റ്റിംഗ് എക്സൈറ്റ്മെൻറ്റ് ഫോർ ദ ബോയ് ഇൻ സമ്മർ? എന്താണ് സമ്മറിൽ ഈ ബോയിൻ്റെ എന്താണ് എക്സൈറ്റ്മെൻ്റ് ആയിട്ട് തോന്നിയത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. എന്താണ്? ദ ഡെഡ്ലി ഫൈറ്റ് ബിറ്റ്വീൻ ദ കോബ്ര ആൻഡ് ദ മംഗൂസ് എന്ന് പറയുന്നതാണ് ആ ഒരു ബോയിൻ്റെ എന്താണ് എക്സൈറ്റഡ് ആയിട്ടുള്ള ആ സമ്മർ സീസണിലെ എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ട് ഓർത്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഹൗ ഡിഡ് ദ കോബ്ര റിഗാർഡ്സ് ഹിസ് ഒപ്പോണൻറ്റ് വേർ ദ ട്രൂ വാരിയേഴ്സ്? അതായത് എങ്ങനെയാണ് കോബ്ര regards his opponent, were they true warriors? The cobra regarded his opponent as a very good fighter. കോബ്ര തൻ്റെ ശത്രുവിനെ അല്ലെങ്കിൽ ഒപ്പോണൻറ്റിനെ കുറിച്ച് എന്താണ് ചിന്തിച്ച് വെച്ചിരിക്കുന്നത്? That mongoose is very good fighter, clever and aggressive. Yes, they were true warriors. അവരെന്ന് പറയുന്നത് എന്താണ്? ട്രൂ വാരിയേഴ്സ് ആണെന്ന് പറയുന്നത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 8 നോക്കാം. How did the mongoose manage to escape from the snake's bite? When the mongoose bushed his tail, long hair on the spine stood up. The thickness of his hair saved him from the snake's bite. ഇതാണ് കേട്ടോ ആൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? The cobra was good fighter. Pick out some of the fighting technique. കോബ്രയുടെ ഫൈറ്റിംഗ് ടെക്നിക്ക് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, the cobra stood on the defensive, swaying slowly from to side, trying to mesmerize the mongoose into making a false move. ഇതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. 10th ക്വസ്റ്റ്യൻ എന്താണ്? The mongoose proved that he was clever. Can you cite any instance of his cleverness? അതായത് മംഗൂസ് ഭയങ്കര ക്ലവറാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവൻ്റെ ആ ഒരു ക്ലവർനെസ് കാണിക്കുന്നതിനുള്ള എന്തെങ്കിലും ഒരു എക്സാമ്പിൾ പറയാമോ? When the cobra tried to answer എന്താണ്? The moment the cobra question എന്താണ്? The mongoose proved that he was clever. Can you cite any instance of his cleverness എന്നാണ് ചോദിച്ചിരിക്കുന്നത്. When the cobra tried to mesmerize the mongoose into making a false move, the mongoose, knowing the power of his opponent's glassy unwinking eyes, refused to meet them. ഇതൊക്കെ ആൻസർ ഈ ഒരു ടെക്സ്റ്റിൽ തന്നെ ഉണ്ട് കേട്ടോ, നിങ്ങൾ വായിച്ചാൽ മനസ്സിലാവുന്നതാണ്. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? വാട്ട് വെർ ദ റിയാക്ഷൻസ് ഓഫ് ദ സ്പെക്ടേഴ്സ് വെൻ ദ കോബ്ര സ്ട്രക്ക്? എപ്പോഴാണ് കോബ്രയ്ക്ക് അടി കിട്ടിയപ്പോൾ, സ്ട്രക്ക് ആയപ്പോൾ ഈ ഒരു പുറത്തു നിന്ന് കാഴ്ച കണ്ടിരിക്കുന്ന സ്പെക്ടേറ്റേഴ്സ് ആരൊക്കെയാണ്? മൈനയും ക്രോയുടെയും ആ ഒരു റിയാക്ഷൻ എന്തായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. The moment the cobra struck, the crow and the myna hurled themselves at him, only to collide heavily in mid-air, shriek to each other. They returned to the cactus plant. ഇതാണ് അതിൻ്റെ ആൻസർ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നാളെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം കേട്ടോ.
അപ്പോൾ എല്ലാവരും ഈ ആൻസേഴ്സൊക്കെ നന്നായിട്ട് പഠിക്കുക. എക്സാംസിന് ഈ ആൻസേഴ്സ് വരും. അതോടൊപ്പം ഈ ഒരു ചാപ്റ്റർ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക. നല്ല ബോൾഡായിട്ട് കൊടുത്ത ബ്ലാക്ക് കളറിൽ കൊടുത്ത കുറച്ച് വേർഡ്സൊക്കെ നന്നായിട്ട് അതിൻ്റെ മീനിങ് ഒക്കെ പഠിക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ.